friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് ഹട്ട്. ഞാൻ ഇന്ന് രാവിലെ വന്നിരിക്കുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അത് വേറൊന്നുമല്ല, നല്ലൊരു നീർ ദോശയും അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിട്ട് ഞങ്ങളിവിടെ ചെയ്യാറ് വൈറ്റ് ചനയും കൊണ്ട് വെള്ളക്കടലയും കൊണ്ടുള്ള ഒരു കറിയുമാണ്. അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് മുഴുവനായിട്ട് എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുന്നവര് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടത്തിൽ തന്നെ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമുക്ക് ഇതിന്റെ റെസിപ്പിയിലേക്ക് പോവാം. നീർദോശയ്ക്ക് നമ്മൾ വെള്ളക്കടലയാണ് കറി വെക്കാൻ പോണത്. അതിന് ഞാനിവിടെ കുക്കറിൽ മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ഒരു 5 വിസിൽ വരെ വേവിച്ചു വെച്ചിരിക്കുന്ന കടലയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സവാള ഞാൻ ചെറുതായി അരിഞ്ഞത്, ഒരു ഇടത്തരം സവാള, അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതുണ്ട്. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇച്ചിരി കരിവേപ്പില, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. പിന്നെ അതിന് വേണ്ട മസാല എന്തൊക്കെയാന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അതിന് വേണ്ട വെള്ളവും. ഇനി ഇതെല്ലാം കൂടെ വഴറ്റാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കുകയാണ്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, 1/2 ടീസ്പൂൺ ഉപ്പ്, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, അതെല്ലാം കൂടെ ഇട്ട് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് നന്നായി വഴറ്റണം. അതിനുശേഷം അതിനകത്തേക്കുള്ള മസാല ചേർക്കാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ജീരകം വറുത്ത് പൊടിച്ചത്, പിന്നെ ഗരം മസാലയും കൂടി ഇട്ട് നന്നായി നമ്മളൊന്ന് വഴറ്റണം. ഒന്ന് അടച്ചു വെച്ച് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ നമ്മൾ ആ തക്കാളി വേവുന്നവരെ ഇച്ചിരി കടല വേവിച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ തക്കാളി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഗ്രേവി ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം കുറച്ചുകൂടെ കറിവേപ്പില എടുത്ത് ഇപ്പം നമ്മളുടെ നല്ല വൈറ്റ് ചന കറി റെഡി ആയിട്ടുണ്ട്. മെഷർമെന്റ് കപ്പിൽ 2 കപ്പ് പച്ചരിയാണ് ഞാൻ 8 മണിക്കൂർ നേരത്തെ കുതിർത്തതാണ്. അത് ഞാനിവിടെ അരച്ചെടുത്തത്. അതിനകത്തേക്ക് 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് അരച്ചത്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അത് അരച്ചെടുത്തിരിക്കുന്നത്. ഈ നീർദോശ നമ്മളൊരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് വീണ്ടും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ആ കൺസിസ്റ്റൻസി ഒന്നുകൂടെ നീട്ടുവാണ്. കുറച്ചായിട്ട് നമ്മളത് ചേർക്കുവാണ്. വേണമെങ്കിൽ സോണ മസൂരി റൈസ് നിങ്ങൾക്ക് എടുക്കാം, ഇഡ്ലി റൈസ് എടുക്കാം. ഞാനിവിടെ പച്ചരിയാണ് എടുത്തത്. അപ്പൊ ആ റൈസിന്റെ അനുസരിച്ചിട്ട് നിങ്ങൾ ആ വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, ഇപ്പൊ വെള്ളം പാകത്തിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഒഴിക്കുകയാണ്. ഈ അരിക് സൈഡിലുള്ള ചട്ടി വേണം നമ്മൾ എപ്പോഴും ഉപയോഗിക്കാനായിട്ട്. അതാ നല്ലപോലെ ദോശച്ചട്ടിയിലേക്ക് ഒഴിച്ചു. നല്ലപോലെ കുമ്പള വന്നിട്ടുണ്ട്. ഇനി അത് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ മോൾ വശം വല്ലാണ്ട് പരുപരുത്തതായി പോകും. സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടി നമ്മൾ അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും അത് 4 ഇതാക്കി ട്രയാങ്കിൾ ഷേപ്പിലുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ആ മാവിലേക്ക് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസും കൂടെ ചേർക്കുകയാണ്. വേറൊന്നിനുമല്ല, ഹെൽത്തിയും ആണ്, പിന്നെ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഒരു പിങ്ക് കളറുള്ള നീർദോശയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. കണ്ടില്ലേ, നല്ലതുപോലെ കുമ്പള വന്നിട്ടുണ്ട്. നല്ലൊരു കളറുമാണ്. വീണ്ടും 2 ആക്കി മടക്കി
വീണ്ടും അത് 4 ആക്കി മടക്കി എടുത്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതാ നല്ല അടിപൊളി 2 കളറിലുള്ള നീർദോശയും നല്ല വൈറ്റ് ചന കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, കമന്റ്സ് എന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നവർ ദയവേത് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.